പ്രൊഡ്യൂസർമാരുടെ തമ്മിത്തല്ല് നടക്കുന്ന ഈ സമയത്ത് പ്രൊഡ്യൂസർമാർക്ക് സഹായത്തിന് വേണ്ടി ഞാൻ രണ്ട് സിനിമകൾ ഇന്ന് കണ്ടു. അപ്പം ആദ്യത്തെ സിനിമയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബ്രൊമാൻസ്. അരുൺ ഡി ജോസ് ഡയറക്റ്റ് ചെയ്ത് മാത്യു, അർജുൻ അശോകൻ, മഹിമ, പിന്നെ സംഗീത്, ശ്യാം മോഹൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ടോട്ടലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫൺ റൈഡാണ്. നല്ല അടിപൊളിയായിട്ട് തുടങ്ങി. ലോജിക്, ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ലോജിക് ഒന്നും നോക്കരുത്. നല്ലപോലെ തുടങ്ങി നല്ല രീതിയിൽ അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നൊരു രീതിയിലേക്ക് വന്നോ എന്നെനിക്കൊരു സംശയം ഉണ്ടായി. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ആ ഇൻട്രോ മുതൽ അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ വരെ അത്യാവശ്യം നല്ലപോലെ ക്വാളിറ്റി ആയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പണി അറിയാം. അതുപോലെ തന്നെ ചില ഇംഗ്ലീഷ് സിനിമകളുടെ ഹോളിവുഡ് സ്റ്റൈൽ കോപ്പി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സ്പോയിലേഴ്സ് ആണ്, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ബട്ട് ടോട്ടലി ഒരു ഔട്ട് ഓഫ് 5 ഒരു 3.5 ഈ സിനിമയ്ക്ക് കൊടുക്കാം. ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി മേക്കിങ്ങും പിന്നെ നമ്മളെ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയത് കൊണ്ടും നമുക്കൊരു 3.5 ഈ സിനിമയ്ക്ക് കൊടുക്കാം. അഭിനയത്തിലേക്ക് വരുവാണെങ്കിൽ മാത്യുവും മറ്റേ നമ്മുടെ അമൽ ഡേവിസും കലാഭവൻ ഷാജോണും മഹിമയും നല്ല അത്യാവശ്യം ഇവരുടെ എനിക്ക് തോന്നുന്നു ഇവരുടെ സംസാരത്തിലും ഈ ഡയലോഗിലൂടെയൊക്കെയാണ് ഈ BGM-ഉം പിന്നെ അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ട് കൂട്ടിച്ചേർത്ത് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ഈ സിനിമ കൊണ്ട് ആ കഥാപാത്രങ്ങളുടെ അവസ്ഥയിലേക്ക് പ്രേക്ഷകരിലേക്കും ആ ഒരു ഫീലിംഗ് ഇവർക്ക് എത്തിക്കാൻ പറ്റി. സോ ടോട്ടലി ഒരു തിയേറ്ററിക്കൽ വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബിഗ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണാൻ വേർത്താണ്. അരുൺ ഡി ജോസിന്റെ സിനിമകളിൽ പൊതുവെ കാണപ്പെടുന്ന ആക്ടേഴ്സ് ആണ് ഈ സിനിമയിലുള്ളത്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതും ഒരു കോക്കസ് രീതിയിലേക്ക് പിന്നീട് ഭാവി തലമുറ വിശേഷിപ്പിച്ചേക്കാം. ഇപ്പം ഉള്ളൊരു മട്ടാഞ്ചേരി മാഫിയ, ഈ മാഫിയ, ആ മാഫിയ എന്ന പോലെ ഫൺ മാഫിയ എന്ന പേരിൽ വേറൊരു മാഫിയ വേണേൽ വന്നേക്കാം. ഇതിനകത്ത് ഇവര് ഒരു കാര്യം പറയുന്നുണ്ട്, കല്യാണം കഴിച്ചിട്ട് ചേച്ചിമാരെ വളച്ചോണ്ട് പോകുന്നതിൽ എന്താ തെറ്റ് എന്നൊരു സൂചന കൊടുത്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് എന്തുകൊണ്ടാണ് അവർ ആഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാവശ്യമില്ലാത്തൊരു സീനിൽ ഇങ്ങനെയൊരു ഐഡിയോളജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ലോജിക്ക് നോക്കരുത് സിനിമയിൽ, അത് ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഹ്യൂമിലിയേഷൻ സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബിനു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ ഒരു പോലീസ് ഓഫീസറും മാത്യുവും തമ്മിലുള്ള ഒരു സീൻ, കോമ്പിനേഷൻ സീൻ, അവർ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമിലിയേഷൻ സീൻ പോലെ കാണിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനെ ആ സിനിമയ്ക്ക് ആ സിനിമയിലേക്ക് ഇതിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്. ബട്ട് പൊതുവെ ബാക്കിയെല്ലാം ഒരു ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ കണ്ടു രസിക്കാവുന്ന സിനിമ കൂടിയാണിത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എന്നെ മുഷിപ്പിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സിനിമ ബിഗ് ഓഡിയൻസിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ബുക്ക് യുവർ ടിക്കറ്റ് ഫോർ ബ്രൊമാൻസ്.